നമസ്കാരം. പ്രതികൂല സാഹചര്യത്തിലും സാധ്യതകൾ കണ്ടെത്തുക. സാഹചര്യങ്ങളിലെ സാധ്യതകൾ ഇഷ്ടപ്പെട്ടു തുടങ്ങിയാൽ പിന്നെ ജീവിതത്തിന് തന്നെ പുതിയൊരു രൂപം വന്നു ചേരും. പുതിയ രൂപത്തിലും ഭാവത്തിലും സ്ത്രീകളുടെ സ്വന്തം ഷോ ഇത് റെഡ് കാർപ്പറ്റ്. സോ ലെറ്റ്സ് ബിഗിൻ ദി ഷോ. ദിസ് ഈസ് റെഡ് കാർപ്പറ്റ്. അപ്പോൾ ഷീലാമ്മ, നമ്മുടെ റെഡ് കാർപ്പറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അഭിനയ ജീവിതത്തിന്റെ ഈ 60 വർഷം ആഘോഷിക്കുന്ന ഈ സമയത്ത് ഞങ്ങളുടെ കൂടെ കുറേ വിശേഷങ്ങൾ പങ്കിട്ട് ഇങ്ങനെ നമ്മൾ രസകരമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ വിശേഷങ്ങളുടെ കൂട്ടത്തിൽ ഇങ്ങനെ എനിക്ക് ചോദിക്കാൻ, അല്ലെങ്കിൽ ഞാൻ കണ്ടുപിടിച്ചൊരു രഹസ്യം ഉണ്ടായിരുന്നു. ഒരു ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആ ഫോട്ടോ കാണുമ്പോൾ ഷീലാമ്മയ്ക്ക് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളൊക്കെ പറയാം, എൻ്റെ കുറേ സംശയങ്ങൾ ഞാൻ ചോദിക്കാം. റെഡി? ഓക്കെ. യെസ്. അപ്പോൾ ഒരു ഫോട്ടോ നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് നോക്കാം. എത്തിപ്പോയി. ആരാണീ സുന്ദരി എന്നുള്ള അന്വേഷണത്തിൽ അയ്യോ എന്റെ ദൈവമേ, ഇത് തപ്പിപ്പിടിച്ചെടുത്തല്ലേ നിങ്ങള്. പാസം എന്ന പടത്തിന്റെ ഷൂട്ടിങ്ങിന് പോയി മേക്കപ്പ് ഇല്ലാതെ ഞാൻ ഇരിക്കുന്നു. ഇത് കഴിഞ്ഞ് പിന്നെയാണ് കൊണ്ടുപോയി എന്നെ മേക്കപ്പ് അത് ശരി, പാസപ്പടത്തിൽ അഭിനയിക്കാൻ. 13 വയസ്സിലുള്ള ഷീലാമ്മയുടെ ആ ഒരു മുഖമാണ് നമ്മൾ കണ്ടത്. പക്ഷേ എന്തോ അതായത് ഭയങ്കര രോമനത്തുള്ളൊരു മുഖം. ഇവിടുത്തെ മറുക് അതെവിടെ പോയി? അതൊക്കെ ആ കാലത്ത് വെച്ചതായിരിക്കും തോന്നുന്നു. നല്ല പൊക്കമുണ്ട്, ഇത്രയും പൊക്കമുണ്ട്. പിന്നെ എല്ലാരും പറഞ്ഞ് ഭയങ്കര മെലിഞ്ഞിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് എന്നെ ഒരു ഇഞ്ചക്ഷൻ എടുപ്പിച്ചു. ഇഞ്ചക്ഷൻ ഡെക്കോഡോറേബൈൻ എന്ന് പറഞ്ഞത് ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്. അത് ഇട്ടാൽ നല്ല വണ്ണം വരും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഇഞ്ചക്ഷൻ എടുത്തു. വണ്ണം വെക്കാൻ വേണ്ടി രാവിലെ പഴങ്ങഞ്ഞി അത് കഴിപ്പിക്കും. പിന്നെ മുട്ടയുടെ മഞ്ഞളെടുത്ത് അത് നെയ്യൊക്കെ ഇട്ട് അത് കഴിപ്പിക്കും. ഛർദി വരും. വണ്ണം വെക്കാൻ വേണ്ടി അന്നൊക്കെ ഹീറോയിൻസ് ഒക്കെ വണ്ണം വേണം. ഇന്നലെ എല്ലും തോലുമായിട്ട് കുറയ്ക്കാനായിട്ട് വണ്ണം വെക്കണം. അപ്പൊ ഇത് ചെയ്യുമ്പോ വളരെ ക്ഷീണിച്ചാണ് ഇരുന്നത് ഈ ഒരു പ്രായത്തിൽ. അത് കഴിഞ്ഞ പിന്നെ കുട്ടിക്കുപ്പായപ്പോ വെളുക്കുമ്പോൾ കുളിക്കുവാൻ ഒരു പാട്ടുണ്ട്, അതിലൊക്കെ തടി വെച്ചു ഞാൻ. ശരി. അപ്പൊ എന്തായാലും നല്ലൊരു ഫോട്ടോ, എനിക്ക് തോന്നുന്നു അധികം പ്രേക്ഷകരൊന്നും ഈ ഫോട്ടോ കണ്ടിട്ടുണ്ടാവില്ല. ആരും കണ്ടിട്ടില്ല. നമ്മുടെ അമൃത TV വഴി എനിക്ക് ആദ്യം അത് കാണാൻ ഭാഗ്യം കിട്ടി. പിന്നെ ഞാൻ എന്റെ പ്രേക്ഷകർക്ക് അത് കാണിച്ചു കൊടുത്തു. സൂപ്പർ. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഞാൻ ഷീലാമ്മയ്ക്ക് വേണ്ടി കുറച്ച് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. അതായത് ജനറൽ നോളേജ് ഒന്നുമല്ല, ഷീലാമ്മയുടെ ചില ഇഷ്ടങ്ങൾ, റാപ്പിഡ് ഫയർ. അപ്പൊ വേഗം ഇഷ്ടങ്ങൾ ഏതാന്ന് പറയണം. ഇഷ്ടപ്പെട്ട പഴയകാല നടൻ, പുതിയ കാല നടൻ? ദേവാനന്ദ്. പുതിയ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ഇഷ്ട നടനുണ്ടോ? സൂര്യ. ഓക്കെ. ഇനി ഇഷ്ടപ്പെട്ട പഴയകാല ഒരു നടി, പുതിയ കാല നടി? പഴയകാല നടി സാവിത്രി. പുതിയ കാലത്തില് നയൻതാര. ഓക്കെ. ഇനി മത്സര ബുദ്ധി തോന്നിയ ഒരു കോ ആർട്ടിസ്റ്റ് ഉണ്ടോ? സത്യൻ സാറിന്റെ കൂടെ. സത്യൻ മാഷിന്റെ അങ്ങനെ ഒരു പോസിറ്റീവ് കോമ്പറ്റീഷൻ. ഇനി ആദ്യത്തെ ശമ്പളം എത്ര രൂപയായിരുന്നു? ആദ്യത്തെ ശമ്പളം നിങ്ങൾ പറഞ്ഞ വിശ്വസിക്കില്ല. കാരണം ഞാൻ ഒരു ഡ്രാമ അഭിനയിച്ചിട്ടുണ്ട് ഞാൻ, SS രാജേന്ദ്രൻ. അവരുടെ എഗ്രിമെന്റിലായിരുന്നു ഞാൻ. ഓക്കെ. എന്ത് കിട്ടിയാലും അവർ പകുതി കൊടുക്കണം ഞാൻ. മനസ്സിലായി. അവരൊരു SS രാജേന്ദ്രൻ അങ്ങനെ ഒരു പകുതി. അങ്ങനെ ആദ്യം പാസത്തിൽ എനിക്ക് കിട്ടിയ 6000 രൂപയായിരുന്നു. 6000 രൂപ. നിങ്ങൾ വിചാരിച്ചു നോക്കണം, ഇന്നത്തെ 60,000 രൂപ മതി. അന്നത്തെ 6000 രൂപ കിട്ടി. പക്ഷെ മലയാളത്തിന് വന്നപ്പോ അതിന് പകുതി പോലും കിട്ടിയില്ല. അത് മലയാളത്തിൽ കിട്ടി 3000 ഉണ്ടായിരുന്നു. ഹീറോയിൻ അല്ലേ പടത്തിൽ അഭിനയിക്കുന്നത്. അപ്പൊ ആ ആദ്യ ശമ്പളം കൊണ്ട് ഷീലാമ്മ എന്ത് ചെയ്തു? അയ്യോ, ഞാൻ ആദ്യം ശമ്പളം കിട്ടിയ ഉടനെ ഞാൻ അമ്മയോട് ഒരേ ഒരു കാര്യം ചോദിച്ചു. പാസത്തിലാണ് കിട്ടിയത്. അമ്മയോട് പറഞ്ഞു, എനിക്ക് ഒരേ ഒരു കാര്യം ചെയ്യണം. അമ്മ പറഞ്ഞു, എന്താ ചോദിച്ചു? എനിക്ക് ഒരു ബോട്ടിൽ ഗ്രേപ്പ് വാട്ടർ വേണമെന്ന് പറഞ്ഞു. ഗ്രേപ്പ് വാട്ടർ ഇല്ലേ? കാരണം ഞങ്ങൾ കുറേ പിള്ളേരുണ്ട്. അപ്പൊ അമ്മ വന്ന് എല്ലാവർക്കും ഈ ലാസ്റ്റ് കൊച്ചിന് ചുമയൊക്കെ വരുമ്പോൾ ഇത്തിരി വയറ്റ് തന്നെ വരുമ്പോൾ ഇച്ചിരി ഒരു സ്പൂൺ ഗ്രേപ്പ് വാട്ടർ കൊടുക്കും. ആ സ്പൂൺ ഞങ്ങളൊക്കെ എടുത്തെടുത്ത് നക്കി നോക്കും. അപ്പം ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അമൃതം അതാണ് ഗ്രേപ്പ് വാട്ടർ. അപ്പോൾ ഞാൻ ഈ പ്രായത്തിലാണ് കിട്ടില്ലേ ഗ്രേപ്പ് വാട്ടർ വയറ്റ് വരുന്ന പിള്ളേർ. അപ്പോൾ ഈ പ്രായത്തിലാണ് ഞാൻ ചോദിച്ച അമ്മയോട്, എനിക്ക് ഒരു ഗ്രേപ്പ് വാട്ടർ ബോട്ടിൽ മേടിച്ച് തരണമെന്ന്. അമ്മ ഇത്രയും വലിയ 6000 രൂപ കിട്ടിയില്ലേ, ഇത്രയും വലിയ ഗ്രേപ്പ് വാട്ടർ കൊടുത്തു. അതുകൊണ്ടല്ല, കഴിച്ചാലേ മന്ത് പിടിക്കും. കഴിച്ചപ്പോൾ ഇങ്ങനെ തലയൊക്കെ കറങ്ങി കാതിന്റെ പുറകെ പോയി നിന്ന് കഴിക്കാൻ. കാരണം മറ്റേ പിള്ളേരൊക്കെ ചോദിക്കും. കാൽ ഭാഗം കഴിച്ചപ്പോൾ തന്നെ എനിക്ക് പിന്നെ തല കറങ്ങാൻ തുടങ്ങി. ഉടനെ ബാക്കിയുള്ളവർ. അതാണ് ആദ്യത്തെ ശമ്പളം. ഗ്രേപ്പ് ജ്യൂസ് അല്ല, ഗ്രേപ്പ് വാട്ടർ വാങ്ങിച്ചു. അടിപൊളി. ഒരു ദിവസം ആരാധകരുടെ എത്ര കത്തുകൾ വരുമായിരുന്നു അന്ന്?
അതിലെത്ര വിവാഹ അഭ്യർത്ഥന ഉണ്ടായിരുന്നു? ഒരു ദിവസം ഒരു 100-200 കത്തുകളൊക്കെ വന്നിട്ടുണ്ട്. അതിലെ പകുതിയും കല്യാണം കഴിക്കാം, അതാണ് ഇതാണ്, ഇഷ്ടമാണ്, നീ എന്തിനാ നസീറിനെ അത്രയും കെട്ടിപ്പിടിച്ച് അഭിനയിക്കുന്നത്, എനിക്കത് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ, സത്യന്റെ മാറിൽ നീ എന്തിനാ ചാഞ്ഞത്, അയ്യോ അതൊരു കൈ പുറകെ പിടിച്ചാ പോരെ, നെഞ്ചത്ത് പോയി നീ എന്താ കിടന്നത്, അങ്ങനെയൊക്കെ വഴക്ക് പറഞ്ഞ് കൊറേ കത്തുകൾ വരും. അത് ശരി, അവർക്കൊക്കെ ഭയങ്കര പൊസസീവാ. ഇനി അഭിനയിച്ച സിനിമയിലെ ഒരു ഡയലോഗ് പറയാൻ പറ്റുമോ? ഇപ്പൊ ഓർമ്മയുണ്ടോ ഏതെങ്കിലും ഒരു സിനിമയിലെ ഒരു ഡയലോഗ്? ഞാൻ ആദ്യമായിട്ട് ഒരു പടം, അതായത് ഈ പാസം ഈ സമയത്ത് ഫോട്ടോ കണ്ടില്ലേ, അപ്പൊ അവര് ആദ്യത്തെ ദിവസം തന്നെ ഒരു ഡയലോഗ് നമുക്ക് എഴുതി കൊടുത്ത്, ഇത് പഠിക്കണം, കറക്റ്റായി തമിഴ് പഠിക്കാൻ, തമിഴ് അത്രയും വരില്ലല്ലോ, മലയാളമല്ലേ, അപ്പൊ അത് പഠിക്കണം പറഞ്ഞു. ആ ഡയലോഗ് ഇന്ന് എനിക്ക് ഓർമ്മയുണ്ട്, പറയട്ടെ. കേട്ടേനേ പലമുறை കേടയും ഈട്ടിയും താങ്കി പോർമുனை செல்லும் பட்டாளத்து வீரனடி நான் என்று கூறிய போலி பேச்சை கேட்டேனே பலமுறை. அப்போதெல்லாம் தெரியாதே எனக்கு அந்தஸ்து பேதத்தின் அளவு. தெரிந்திருந்தால் ஆகாயத்து சூரியனுக்காக இந்த தடாகத்து தாமரை மலர்ந்திருக்காதே. விரைக்கொடி காக்கும் கோமானின் பிள்ளையே, டெல்லி ஆதிபத்தியத்தின் எதிர்கால காவலரே, என்ன விழிக்கிறீர்? ഇത് അനാർക്കലി സലീമോട് പറയുന്ന ഡയലോഗാണ്. പക്ഷെ ഒരു ബന്ധമില്ലാതെ ഞാനൊരു ഗ്രാമത്തിൽ പെണ്ണായിട്ടാണ് ആ പടത്തിൽ അഭിനയിക്കുന്നത്, ഒരു ടിഫിൻ കാരനും പിടിച്ചുകൊണ്ടൊക്കെ പോകുന്നത്. പക്ഷെ ഡയലോഗ് അവർ പറഞ്ഞത് ഇത് പഠിക്കാൻ, അതും ഇങ്ങനത്തെ ഒരു പ്രത്യേക ഒരു പോയട്രിക് ആയിട്ട് പറയണം അല്ലേ? ഗംഭീരം. ആ ഓർമ്മശക്തിക്ക് മുന്നിൽ നമ്മളിതാ കൈയടിച്ചിരിക്കുകയാണ്. അടിപൊളി. ഈ സോഷ്യൽ മീഡിയയില് അതായത് ഷീലാമ്മ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, അല്ലെങ്കിൽ സംസാര രീതി ഭയങ്കര ഹാഷാണ്, ഇപ്പൊ ഈ പറഞ്ഞ പോലെ കാലുമേ കാലും കയറ്റിയിരിക്കുന്നതൊക്കെ തെറ്റാണ്, അങ്ങനെയൊക്കെ ഒരുപാട് ഇത് കേട്ടിട്ടുണ്ട്. ഞാൻ പറയട്ടെ, ഒരു പെണ്ണാവുമ്പോ ഇങ്ങനെ കാലും ഇപ്പൊ ഞാൻ എത്ര മര്യാദയായിരിക്കുന്നു, അല്ലെങ്കിൽ ക്വീൻ എലിസബത്ത് ഒക്കെ ഇങ്ങനെ ഇരിക്കുള്ളവര്, ഇങ്ങനെ ഇരിക്കുള്ളൂ. ചില പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ട്, ഇതാ ഇങ്ങനെ ഇരിക്കും, കാല് ഇതാ എങ്ങനെ ഇരിക്കും, എന്താണ് ഇങ്ങനെ ഇരിക്കും, ഇരിപ്പാണ്. അതിനേക്കാൾ എത്ര നല്ലതാണ് കാലുമേലെ കാല് കെട്ടി. വേറെ ഒരാളുടെ കാലിന്റെ മേലെയല്ലല്ലോ എന്റെ കാല് വെക്കുന്നത്, എന്റെ കാലിന്റെ മേലെയല്ലേ ഞാൻ കാല് ഒതുങ്ങിയിരിക്കും. മനസ്സിലായോ? വേറെ ഒരാളുടെ കാലിന്റെ മേലെയല്ല ഞാൻ കാല് വെക്കുന്നത്, എന്റെ കാലിന്റെ മേലെയാ ഞാൻ കാല് വെക്കുന്നത്. ഒരു ഒതുക്കം. ഒരു പെണ്ണുങ്ങളൊക്കെ ഈ കാലിന്റെ മേലെ കാല് വെക്കുന്നത് ഒരു വലിയൊരു കാര്യമായിട്ട് പറയാൻ പാടില്ല. അതൊരു മര്യാദ, അതായത് ഒരു ഒതുങ്ങിയിരിക്കുന്ന പോലെ നമുക്ക് തന്നെ ഒരു ഇതുമായിരിക്കും. കണ്ടിട്ടുണ്ടോ ചില പെണ്ണുകൾ ഇങ്ങനെ ഇരിക്കും? അതെന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് വളരെ നല്ലൊരു, അതായത് നമ്മൾ പല കാര്യങ്ങളും പറഞ്ഞ ചിലർക്ക് മനസ്സിലാവില്ല, ഇങ്ങനെ കാണിച്ചാലേ മനസ്സിലാവത്തുള്ളൂ. ഇതൊക്കെ ഞാൻ എത്ര പടത്തിൽ അഭിനയിച്ചിട്ട്, കള്ളിച്ചെല്ലമേലൊക്കെ ഈ ഇരിപ്പല്ലേ ഇങ്ങനെയൊക്കെയല്ലേ തുപ്പി ഇങ്ങനെയൊക്കെ ചെയ്ത് അങ്ങനെ. പല ആൾക്കാരും ഒരുപാട് പ്രതിസന്ധികളൊക്കെ കടന്ന് മുന്നോട്ട് വരുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നും അങ്ങനെ ഒരു മോട്ടിവേഷൻ, അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷൻ ആകാൻ പോകുന്ന ഒരു സ്റ്റോറിയുമായിട്ട്, അല്ലെങ്കിൽ സ്വന്തം ജീവിത അനുഭവം കൊണ്ട് ഒരുപാട് പേർക്ക് പ്രചോദനം നൽകിയ ഒരു വനിതയാണ് നമ്മൾ ഇന്ന് സ്വാഗതം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഷീലാമ്മയ്ക്കും നമുക്ക് എല്ലാവർക്കും ഒരുപാട് വിശേഷങ്ങൾ ചോദിച്ചറിയാനുണ്ട്. എന്തായാലും നമുക്കൊരു ഒരു പ്രൊഫൈൽ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. വരുന്ന ആളിനെ കുറിച്ചൊരു കുഞ്ഞൊരു ഷോറിൽ അതൊന്ന് നമുക്ക് കാണാം. പാണ്ഡു സിന്ധു. ഫ്രൂട്ട്സിന്റെ മറ്റൊരു പേരാണ് പാണ്ഡു. അത്രയേറെ മധുരകരമായ ഒരു വ്യക്തിയായതിനാൽ സിന്ധുവിന്റെ അച്ഛൻ സിന്ധുവിനെ ആ പേര് ചേർത്ത് വിളിച്ചു. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുടയിൽ പൊറത്തുശ്ശേരിയിലാണ് താമസിക്കുന്നത്. എനിക്ക് ചെറുപ്പത്തിൽ ഇരുകാലുകൾക്കും പോളിയോ ബാധിച്ചതാണ്. 60% വൈകല്യമുള്ള സിന്ധു 13 പഞ്ചായത്തിന്റെ ചുമതലയേറ്റിരിക്കുന്നു. 2018 പ്രളയത്തിൽ ക്യാമ്പ് മോണിറ്ററിംഗും 2020 COVID-19 ഇൻഫോട്ടൽ ഓഫീസറായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കോണിപ്പടികൾ കയറാൻ ബുദ്ധിമുട്ടുള്ള സിന്ധു കയറാത്ത പടവുകളില്ല. 10-ൽ കൂടുതൽ ഡിപ്പാർട്ട്മെന്റിൽ വിവിധ തസ്തികകളിൽ ജോലി ചെയ്ത് ഗുഡ് സർവീസ് എൻട്രി കിട്ടിയ ഒരു വ്യക്തിയാണ് സിന്ധു. സ്വന്തമായി വാഹനമോടിക്കാനും ശാരീരിക ഘടന ഒരു തടസ്സമേ അല്ല. പിതാവ് സിന്ധുവിനെ വിട്ടുപോയെങ്കിലും എല്ലാത്തിനും പിന്തുണയായി സിന്ധുവിന്റെ ഭർത്താവ് സിന്ധുവിനൊപ്പമുണ്ട്. ഇതെന്റെ അമ്മ പാർവതി. അമ്മ ഹൗസ് വൈഫാണ്.
എൻ്റെ മോള് അവ്യക്ത കൃഷ്ണ, അവൾ 4th സ്റ്റാൻഡേർഡിൽ ഇരിഞ്ഞാലക്കുട ഡോൺ ബോസ്കോയിൽ പഠിക്കുന്നു. ഹസ്ബൻഡ് പ്രൈവറ്റ് ഫേമിൽ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു, ജയകുമാറാണ്. ഇതാണ് എൻ്റെ ഫാമിലി. അമൃത ചാനലിൽ റെഡ് കാർപ്പറ്റ് എന്ന പരിപാടിയിലേക്ക് എനിക്ക് ക്ഷണം വന്നിട്ടുണ്ട്. വളരെയേറെ ത്രില്ലിലും സന്തോഷത്തിലാണ്. ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ജീവിതത്തിൽ അതിജീവിച്ച് മുന്നോട്ട് വന്ന ഒരുപാട് വ്യക്തിത്വങ്ങളെ നമുക്കവിടെ കാണാൻ കഴിയാം. അതിൻ്റെ ഒരു ഭാഗമാവാൻ എനിക്കൊരു ഭാഗ്യം ലഭിച്ചതിന് വളരെയേറെ സന്തോഷിക്കുന്നു. എല്ലാവരും കാണണം, അനുഗ്രഹിക്കണം. അപ്പൊ നമസ്കാരം, ഒരിക്കൽ കൂടി റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു. എനിക്ക് ആദ്യം ഒരു കൗതുകം തോന്നിയെന്ന് വെച്ചാൽ പണ്ടു സിന്ധു എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഈ പണ്ടു എന്ന് പറഞ്ഞാൽ എന്താണ്? പണ്ടുന്റെ അർത്ഥം ഫ്രൂട്ട്സ് ആണ്. ഫ്രൂട്ട്സ്. അപ്പൊ ഈ പേര് അതാരെ കുഞ്ഞിലെ മുതൽ ഇങ്ങനെ? അച്ഛനാണ് ഇട്ടത്, പണ്ടു സിന്ധു. അത് വളരെ കൗതുകമുള്ള ഒരു പേരാണ്. അപ്പൊ അതെ, ഈ പേരിനെ കുറിച്ചിട്ട് ആരെങ്കിലും ഇതേപോലെ സംശയങ്ങളൊക്കെ ചോദിക്കാറുണ്ടോ? അതെ, മീൻസ് ഞാൻ PSC ലിസ്റ്റിലൊക്കെ പോയി ഇന്റർവ്യൂസിനൊക്കെ പോകുമ്പോൾ അവർ ജഡ്ജിമാർ അവർ ഇന്റർവ്യൂ ചെയ്യുന്നവർ ചോദിക്കും തമാശക്ക്, പണ്ട് സിന്ധു ആണ്, ഇപ്പൊ ആരാന്ന് ചോദിക്കും. ഈ PSCയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, അതായത് നമ്മളൊക്കെ ഒരു PSC എക്സാം എഴുതി റാങ്ക് മേടിക്കാൻ കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിനിടയിലാണ് 27 അല്ലേ, 27 എക്സാംസ് എഴുതി 28 എക്സാംസ് എഴുതി റാങ്ക് കിട്ടിയ ഒരു കൊച്ചു മിടുക്കിയാണ്. അപ്പൊ ഇത്രയും ഒരു അച്ചീവ്മെന്റ്സ് തേടിയെത്താൻ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ടാവും എന്നുള്ളത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. സോ എങ്ങനെയായിരുന്നു ഒരു മെന്റൽ പ്രിപ്പറേഷൻ, ഈ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഇതിൽ നിന്നൊക്കെ ഓവർകം ചെയ്യാൻ ഒരു മെന്റലി എടുത്തൊരു ഡിസിഷൻ എന്തായിരുന്നു? എനിക്ക് ചെറുപ്പത്തിൽ ഒരു 3.5 വയസ്സിൽ ഇരുകാലുകൾക്കും പോളിയോ വന്നതായിരുന്നു. പോസ്റ്റ് പോളിയോ റെസിഡ്യൂൽ പാരാലിസിസ് ആണ്. 2 കാലിനും അത്യാവശ്യം നല്ല ബലക്ഷയുണ്ട്. അപ്പോൾ ഞാൻ +1 വരെ ഇരുന്ന് ഇറങ്ങുമായിരുന്നു. കംപ്ലീറ്റ് അച്ഛനും അമ്മ തന്നെയായിരുന്നു. അമ്മയ്ക്കൊപ്പം ഒന്നും പുറത്തേക്ക് പോകാൻ പറ്റത്തില്ല. അമ്മ എന്നെ കംപ്ലീറ്റ് നോക്കുമായിരുന്നു. ആ സമയത്ത് അച്ഛൻ സ്കൂളിലേക്ക് ഓപ്പറേഷനാണ്, ഫുൾ ട്രീറ്റ്മെൻറ്റിലാണ്. വന്നാലും ഞാൻ എല്ലാ സ്കൂളിലും ഡിസ്റ്റിങ്ഷൻ ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സാവും. ആ എക്സാം സമയത്ത് മാത്രം പോണ ഒരു കുട്ടിയാണ്. അപ്പോൾ ഇങ്ങനെ എന്നെ കൊണ്ടുപോകുമ്പോൾ അച്ഛന് പല സമയത്തും ജോലിയിൽ നിന്ന് 4-5 തവണ ടോയ്ലറ്റും മറ്റും എൻ്റെ കാര്യങ്ങൾക്ക് വരേണ്ടി വരും. അപ്പോൾ അച്ഛൻ ഓഫീസ് അവേഴ്സിൽ ഇൻ ദ മിഡിൽ വരുമ്പോൾ എല്ലാവരും ചോദിക്കും. ഇപ്പോൾ ഭിന്നശേഷിക്കാരായ ആൾക്കാരെന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ആൾക്കാർക്ക് കുറേ കൂടി ബോധേഡാണ്. നിയമങ്ങളും ആനുകൂല്യങ്ങളും മറ്റും അവർക്കുള്ള സംരക്ഷണം പ്രൊട്ടക്ഷനും ഒക്കെ അറിയാം. പക്ഷെ പണ്ട് വേറൊരു ഗ്രഹത്തിൽ നിന്ന് വന്നൊരു കുട്ടിയുടെ പോലെ ഓഡ് വൺ ഔട്ട് എന്ന് പറഞ്ഞ പോലെ ആയിരുന്നു. അപ്പോൾ എന്തിനാ ഈ കുട്ടീനെ പഠിപ്പിക്കുന്നത്, എന്തിനാ ഈ കുട്ടീനെ പഠിപ്പിച്ചിട്ട് എന്ത് കാര്യമാണ് വിശ്വനാഥ, എൻ്റെ അച്ഛനോടും അമ്മോടും ചോദിക്കും. പിന്നെ ഇങ്ങനെ വന്ന് അച്ഛൻ്റെ ഓഫീസ് അവർ ബ്രേക്ക് ആകുമ്പോൾ അച്ഛന് കുറേ മെമ്മോ അടക്കം മോളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, ഹയർ ഓഫീഷ്യലിൽ നിന്ന്. അപ്പോൾ ആ സമയത്ത് ഫ്രണ്ട്സും ചോദിക്കും, എന്തിനാ ഈ കുട്ടീനെ പഠിപ്പിച്ചിട്ട് വല്ല കാര്യമുണ്ടോ, അത്യാവശ്യം നിങ്ങൾക്ക് ജീവിച്ചു പോകാനുള്ള മാർഗ്ഗം ജോലി ഉണ്ടല്ലോ, ആ കുട്ടീനെ നോക്കാമല്ലോ, അപ്പോൾ എന്തിനാ ഇങ്ങനെ വഴക്ക് കേൾക്കുന്നേ, സ്ട്രഗിളല്ലേ അമ്മ അച്ഛനും. അപ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞു, ഞാൻ ആദ്യം എൻ്റെ മോൾക്ക് വിദ്യാഭ്യാസം എന്നൊരു സരസ്വതി കൊടുക്കും, അവൾക്ക് ആദ്യം അവളുടെ ചോറ് അവളെ സമ്പാദിക്കണം, ബാക്കിയുള്ളതൊക്കെ അവൾക്ക് കൂട്ടിച്ചേർക്കപ്പെടും എന്നൊരു വലിയ വാക്ക്. ആ ഒരു വാക്കാണ് എൻ്റെ മൈൻഡിൽ ചെറുപ്പത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഉണ്ടായിരുന്നു മനസ്സിൻ്റെ അകത്ത് ഒരു എയിം അതുണ്ടായിരുന്നു. പക്ഷെ അത്ര ഈസി അല്ല ലൈഫിലോട്ട് മുന്നോട്ട്. സ്കൂളിങ്ങും കോളേജും ജോലി എല്ലാവരും റിജക്ഷൻ എന്ന് പറഞ്ഞാൽ അറ്റ് എവറി ആംഗിൾ നമ്മൾ ആ ഒരു റിജക്ഷൻ ഏറ്റെടുത്തു. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഈ ഞങ്ങൾക്ക് സ്ട്രഗിളായിട്ടത് ആക്സസിബിലിറ്റി ഇല്ലായ്മയാണ്. എന്ന് പറയുമ്പോൾ എവിടേക്കെങ്കിലും പോകുമ്പോൾ അപ്സ്റ്റെയർ കയറണം, അല്ലെങ്കിൽ ഒരു ഓഫീസ് ഇറങ്ങിയൊരു മാളിലേക്ക്, എല്ലാതും നമ്മൾക്ക് ബുദ്ധിമുട്ടാണ്. എനിക്ക് ഡെപ്യൂട്ടി കളക്ടർ ഒരുപാട് റാങ്കിൽ പച്ചമഷി പിടി ഒരു സാധിക്കണം, അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു സമയത്ത് എപ്പോഴും നമുക്ക് ഈ അപ്സ്റ്റേഴ്സ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചേച്ചി ആ സമയത്ത് ആ ഒരു സബ് കളക്ടറിന്റെ ഒരു ജോലി വേണ്ടെന്ന് വെക്കേണ്ടി വന്നു. അങ്ങനെയല്ല, അതും നമുക്ക് സിവിൽ സർവീസ് പ്രിലിമിനറി പാസ്സായി, പിന്നെ നമുക്ക് മുകളിലേക്ക് മെയിനിന് പോകാൻ പറ്റില്ല. അപ്പോഴേക്കും ഓപ്പറേഷൻ മറ്റു കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ ഞാൻ ഫേറ്റിനെ വിശ്വസിക്കുകയാണ്, കൃഷ്ണഭക്തിയാണ്, കണ്ണൻ്റെ ആളാണ്. അപ്പോൾ ഭഗവാൻ നമുക്കൊരു വഴി, ആ ഒരു വഴിയായിരിക്കും ഇത് എന്നതാണ്. ഈ കാലിന് ഈ പ്രശ്നമുള്ളത് ബിക്കോസ് ബ്രെയിനിൽ നിന്നാണോ വരുന്നത്?
അല്ല മാഡം, ഇത് പനിയിൽ വന്നതാണ്. അല്ല, നെർവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നെർവും എല്ലുകൾക്ക് തീരെ എല്ലുകളും നെർവും ബാധിക്കും. പോസ്റ്റ് പോളിയോ റെസിഡ്യൂവൽ പാരാലിസിസ്, പോളിയോ ആണ്. അപ്പൊ ആ സമയത്ത് ഇഞ്ചക്ഷൻ. എല്ലിന്റെ പ്രശ്നമുണ്ടോ? അതായത് എല്ല് പൊടിയുന്ന പോലെ അങ്ങനത്തെ ഇതാണോ? എല്ലുകൾക്ക് നല്ല ബലക്ഷയുണ്ട്. ഇപ്പൊ ഡോക്ടർ പറഞ്ഞത്, ഇപ്പൊ ഒരു ആൾക്ക്, ഹ്യൂമൻ ബീയിങ്ങിന് നമുക്ക് 100% കാലിന്റെ ഒരു കാര്യത്തിൽ 100% ഒരു ആരോഗ്യം കാലിന് തന്നപ്പോൾ എനിക്ക് 75% ഓൾറെഡി ഇല്ല. ബാക്കി 25% ആയി ഓവർ യൂസ്ഡ് ആയി എന്ന് പറഞ്ഞാൽ ഞാൻ ഓവർ യൂസ് ചെയ്ത് കഴിഞ്ഞു. അപ്പം എനിക്ക് കാലിന് നല്ല പെയിനാണ്, മുട്ടിന് എല്ല് തേയ്മാനം നല്ലോണം ഉണ്ട്. പെയിൻ കില്ലർ കഴിക്കും, അത് മെഡിസിൻസ് ഒക്കെ കഴിക്കും. എന്നാലും നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഇങ്ങനെ പറയാറില്ലേ, വിന്നേഴ്സ് ആർ നോട്ട് ദോസ് ഹൂ നെവർ ഫെയിൽസ് ബട്ട് ദോസ് ഹൂ നെവർ ക്വിറ്റ്. അപ്പം ആ ഒരു മനസ്സിൽ നമ്മൾ മുന്നോട്ട് പോകണം. ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു, ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു കോവിഡ് സമയത്ത് ഭയങ്കര ആക്റ്റീവായിട്ട് പ്രവർത്തിച്ച ഒരു വനിതയും കൂടിയാണ് നമ്മുടെ സിന്ധു ചേച്ചി. കർമ്മമാണ് ദൈവം എന്ന് പറയും. എൻ്റെ അച്ഛൻ അങ്ങനെ ആണ് പറയാറ്. എൻ്റെ അച്ഛൻ വർക്ക് ചെയ്യണത്, എനിക്ക് പറ്റുന്നത് നീ ഒന്നിനും പിന്നോട്ട് പോവരുത് എന്നുള്ളതാണ് എൻ്റെ അച്ഛൻ പറയാറ്. അപ്പോൾ കോവിഡായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് എനിക്ക് എക്സലൻസ് അവാർഡ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി സാർ കിട്ടി. പിന്നെ മികച്ച സർക്കാർ ജീവനക്കാരിയായിട്ട് സംസ്ഥാന അവാർഡ് കിട്ടി. അവാർഡുകളാണ്. അത് നിസ്സാര കാര്യങ്ങളല്ല ഇതൊന്നും. എല്ലാം നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമുള്ള കാര്യങ്ങളാണ്. ജീവനമായിട്ട് കളിക്കുന്ന കുറെ കാര്യങ്ങളുടെ കൂടെ ഈ നമ്മള് പ്രൊഫൈലിൽ കണ്ടു ഇങ്ങനെ കാർ ഓടിച്ച് വരുന്നത്. അത് ഞാൻ ആ വീഡിയോ കണ്ടു. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, എങ്ങനെയാണ് കാർ ഓടിക്കാൻ പഠിച്ചത്? അതിന്റെയൊക്കെ എന്തെങ്കിലും സ്പെഷ്യലി എനിക്ക് അത് പറയണം എന്ന് പറയുമ്പോൾ, ഞങ്ങൾക്ക് ഭിന്നശേഷി ഇപ്പോൾ ഞാൻ പൊതുവെ കണ്ടുവന്നത് ഒരുപാട് ഇൻഫിയാറ്റി എന്ന് പറഞ്ഞാൽ അപകർഷതാ ബോധം. നമ്മൾ ഇപ്പോൾ ഒരു ബ്ലൈൻഡ് ആയാലും ഒരു ഡഫ് ഇറങ്ങി കാലിന് വയ്യാത്ത കുട്ടി, എസ്പെഷ്യലി ഒരു വുമൻ ആവുമ്പോൾ സൊസൈറ്റിയിലൊന്ന് പോകുമ്പോൾ അവർ എന്നെ നോക്കുന്നു, അല്ലെങ്കിൽ പലരും എന്നെ നോക്കുന്നുള്ള ഒരു അപകർഷത. സ്റ്റാരിങ് ഒക്കെ അമതാനുള്ള ശക്തി ഉണ്ടോ ഈ കാലിന്? ഇല്ല മേഡം, എനിക്ക് ചെരുപ്പിടാൻ പറ്റത്തില്ല. അല്ല, ഈ കാർ ഓടിക്കുന്നത് അത് കയ്യിൽ എന്ന് പറയുമ്പോൾ നമുക്ക് കയ്യിൽ തന്നെ ആക്സിലേറ്ററും ബ്രേക്കും കയ്യിൽ ഘടിപ്പിക്കും. ബ്രേക്ക് വന്ന് കയ്യിലുണ്ട്. കയ്യിൽ ഒരു റോഡ് ഉണ്ട്, അതാണ് ആക്സിലേറ്ററും ബ്രേക്ക് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുക. റൈറ്റ് ഹാൻഡ് നമുക്ക് പ്രത്യേകമായിട്ട് ഉണ്ടാക്കുന്ന കാറാണോ? പ്രത്യേകിച്ച് ഡിഫറെന്റ്ലി ഏബിളിന് മോഡിഫൈഡ് ചെയ്ത്. പക്ഷെ ഇത് പഠിപ്പിക്കാൻ ആരുമില്ല. ഇപ്പൊ സാധാരണ ആൾക്കാർക്ക് ഇത് പഠിപ്പിച്ച് എങ്ങനെ ഓടിക്കാൻ പറ്റുന്നുള്ള ഡ്രൈവിംഗ് സ്കൂളുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഇതില്ല. അപ്പം നമ്മളത് സ്വയം പഠിക്കാന്നുള്ളതാണ്. ചേച്ചിയുടെ വാക്കുകളിൽ ചേച്ചി എല്ലാം തനിച്ച് ചെയ്യണം, എന്നെ ഞാൻ തന്നെ മുന്നിൽ കൊണ്ടുവരും എന്ന അത്രയും വിൽ പവർ ഉള്ള ഒരു ആൾക്ക് ആ ഒരു ദൃഢനിശ്ചയമാണ് ഇവിടെ ഒരു മാതൃകയാണ് നിങ്ങൾ. നമുക്ക് എന്തായാലും സിന്ധു ചേച്ചിയുടെ കൂടെ വന്നിരിക്കുന്ന കുറച്ച് ആളുകളുണ്ട്, അവരെ കൂടി ഒന്ന് പരിചയപ്പെടാം. ഫാമിലി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ പ്രിയപ്പെട്ട ജോബി ചേട്ടൻ. നമസ്കാരം. ജോബി ചേട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പൊ നേരത്തെ സിന്ധു ചേച്ചി പറഞ്ഞ കുറെ കാര്യങ്ങൾ, അതായത് ഈ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് ഒരുപാട് പദ്ധതികൾ അല്ലെങ്കിൽ ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ഏറ്റവും നന്നായി സംസാരിക്കാൻ പറ്റിയ ജോബി ചേട്ടൻ തന്നെ ആയിരിക്കും. ഇതുമായിട്ട് എന്താ ബന്ധം? ഞാൻ എൻ്റെ അടുത്ത സുഹൃത്താണ്. ഓ, അത് ശരി. അതുകൊണ്ടാണ് ഞാൻ വന്നത്. ഓക്കെ ഓക്കെ. ഭിന്നശേഷിക്കാരായിട്ടുള്ള ഒരുപാട് കേരളത്തിൽ, നമ്മുടെ നാട്ടിൽ ഒരുപാട് പേരുണ്ട്. അവരെല്ലാം ഇങ്ങനെ മാറി 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 നിൽക്കുകയാണ്. നമുക്ക് ഓപ്ഷൻ എന്ന് പറഞ്ഞില്ലേ, ഓപ്ഷൻ ഒരുപാടുണ്ട്, അവസരങ്ങൾ ഒരുപാടുണ്ട്. നമുക്ക് വേറെ നിവൃത്തിയില്ലാത്തപ്പോൾ നമ്മൾ എടുത്ത് ചാടുക, അത് കണ്ടെത്തുക എന്നുള്ളതാണ്. ഇത് കാലിന് ബലക്കുറവെന്ന് അമ്മ ചോദിച്ചു. പക്ഷെ കാലിന്റെ ബലക്കുറവ് കൈക്കരുത്തിലും മനക്കരുത്തിലും കൂടെ നേടിയെടുക്കുകയാണ്. അതെ അതെ, തീർച്ചയായിട്ടും. അപ്പൊ പണ്ടു സിന്ധു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് പല പല കാര്യങ്ങൾ മനസ്സിൽ വരും, അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് പ്രചോദനമാണ്. അത് തന്നെയായി മുന്നോട്ട് പോട്ടെ, അല്ലെ? നല്ല ഒരു കൈയൊടിയോടൊപ്പം ഒരു ബിഗ് സല്യൂട്ട്, അതൊരു ബിഗ് സല്യൂട്ട് കൂടി ഞങ്ങൾ നൽകുകയാണ്, എൻറ്റയർ റെഡ് കാർപ്പറ്റ് ടീം. ഇനി നമുക്ക് എന്തായാലും മോളാണ്. മോളുടെ പേര് പറയൂ. അവ്യുക്ത കൃഷ്ണ. ഏത് ക്ലാസ്സിലാ? ഫോർത്തിലാണ്. ഇനി സിന്ധു ചേച്ചിയുടെ അമ്മയാണ് വന്നിരിക്കുന്നത്, അല്ലേ? അതായത് ഡ്രൈവ് ചെയ്യണമെങ്കിൽ ഡ്രൈവ് ചെയ്തോളൂ, നിനക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യൂ, ഞാനുണ്ട് കൂടെ എന്ന് പറയുന്ന ഒരു അമ്മ. അമ്മയുടെ പേര് പാർവതി. അമ്മ ഇതിനു മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇല്ല, ഹൗസ് വൈഫ് തന്നെയായിരുന്നു. കുഞ്ഞിലെ മുതല് മകളുടെ കാര്യവും ഹസ്ബൻഡിന്റെ കാര്യമൊക്കെ നോർത്തി. ഇപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ സിന്ധു ചേച്ചിയെ കുറിച്ച് അമ്മയ്ക്കുള്ളൊരു അഭിമാനം, ഏറ്റവും വലിയൊരു അഭിമാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാഗ്യമാണ്. ഇങ്ങനെ ഒരു മോളെ കിട്ടിയത് ഒരു ഭാഗ്യം തന്നെയാണ്. തീർച്ചയായിട്ടും ഭാഗ്യം. അതുപോലെ ഇങ്ങനെ ഒരു അമ്മയെ കിട്ടിയതും അച്ഛൻ്റെ കാര്യം നമ്മൾ എടുത്തു പറയാണ്. അച്ഛൻ്റെ ആ വാക്കാണ് ചേച്ചി ഇവിടം വരെ എത്തിച്ചതെന്ന് നമുക്ക് ആ വാക്കുകളിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഈ നിമിഷത്തിൽ അതെ, സിന്ധു ചേച്ചി ചെറുതായിട്ട് ഇങ്ങനെ ഇമോഷണൽ ആവുന്നു.
അച്ഛനെ കുറിച്ചും അമ്മയുടെ ഈ ഭാഗ്യം എല്ലാം. അപ്പം ഇനി അങ്ങോട്ട് വലിയ സങ്കടങ്ങളൊന്നും ഉണ്ടാവാതെ ഹാപ്പി ആയിട്ടാണ് ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അച്ഛന് മകളെ പ്രാണന, മകൾക്കും അച്ഛന് പ്രാണന. അതാണ് അച്ഛന്റെ പേര് പറഞ്ഞപ്പോ സങ്കടം വന്നത്. ഓട്ടെ, ഇപ്പൊ നമ്മളെല്ലാം ഹാപ്പി ആയിട്ട് ഇരിക്കുകയല്ലേ. അച്ഛൻ അത് കാണാനുള്ള ഭാഗ്യം കിട്ടി, ചേച്ചി അച്ഛന്റെ ആഗ്രഹിച്ച സംഭവം നേടിയെടുത്തു. അപ്പൊ എല്ലാം കൊണ്ടും സന്തോഷത്തിന്റെ നിമിഷമാണ്. പിന്നെ ആനന്ദ കണ്ണീര് കുറച്ചൊക്കെ ആവാം അല്ലേ. വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് അച്ഛൻ അത്രയും. അതെ തീർച്ചയായിട്ടും. അപ്പൊ അദ്ദേഹത്തിന് നമ്മളൊരു സല്യൂട്ട് നൽകുകയാണ്, ഈ അവസരത്തിൽ ഓർക്കുകയാണ്. ഇനി ഇത് സിന്ധു ചേച്ചിയുടെ ഹസ്ബൻഡ്, പേര് ജയകുമാർ. എപ്പോഴെങ്കിലും മനസ്സിൽ തോന്നിയിട്ടുണ്ടോ ഞാൻ എന്താ പറയുക ഏറ്റവും വലിയൊരു കാര്യമാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എൻ്റെ വൈഫിൻ്റെ കൂടെ എനിക്കും കുറേ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റി, അങ്ങനെയൊക്കെ ആലോചിക്കാറുണ്ടോ? അല്ല, ഇതിപ്പോൾ നമ്മൾ ഓൾറെഡി ഫിസിക്കൽ ഡിസബിലിറ്റി കണ്ടിട്ടാണ് മാരേജ് ചെയ്തത്. അതെ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും വെല്ലിംഗ് ടു വർക്ക് ആണല്ലോ. അതാണ്. അപ്പോൾ പിന്നെ ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് പല കാര്യങ്ങൾക്ക് ഒരുമിച്ച് ഞങ്ങൾ പോകാറുണ്ട്, ഒരുമിച്ച് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ സോഷ്യൽ വർക്കിലൊക്കെ ചേട്ടനും ആക്റ്റീവായിട്ട് നിൽക്കും, മാക്സിമം നിൽക്കാറുണ്ട്. സൂപ്പർ. അപ്പോൾ ഇനി അങ്ങോട്ടും നിങ്ങളുടെ ലൈഫ് ലോങ് എല്ലാവരും ഹാപ്പിയായി സന്തോഷമായി ഇനിയും ഒരുപാട് അവാർഡ്സ് അച്ചീവ്മെന്റ്സ് ഒക്കെ കിട്ടട്ടെ. എന്തായാലും ഞങ്ങൾക്കും സന്തോഷം. നമുക്കൊരു ചെറിയൊരു പാട്ട് ഷീലാമ്മയ്ക്ക് വേണ്ടി പാടിക്കൊടുത്തോളൂ. ഞാൻ പാട്ട് പഠിച്ചിട്ടില്ലേ മാഡം, പക്ഷെ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ പാട്ട് പഠിച്ചിട്ടില്ല ഞാൻ. എന്നാലും ഒരു 2-4 വരി. മൗനം പോലും മധുരം, മൗനം പോലും മധുരം, ഈ മധുനിലാവിൻ മഴയിൽ. മൗനം പോലും മധുരം, ഈ മധുനിലാവിൻ മഴയിൽ. മനസ്സിൻ മാധവം മിഴിയിൽ തൂകവേ, മനസ്സിൻ മാധവം മിഴിയിൽ പൂക്കവേ, രോമാഞ്ചം മൂടവേ. മൗനം പോലും മധുരം, ഈ മധുനിലാവിൻ മഴയിൽ. നിന്റെ മൗനം പോലും മധുരം. അപ്പോൾ ഒരുപാട് പേർക്ക് പ്രചോദനമായി ഇന്നത്തെ ഈ എപ്പിസോഡ്, സിന്ധു ചേച്ചിയുടെ ജീവിതം. അപ്പോൾ ഒരുപാട് സന്തോഷം. ഇനിയും എവിടെയെങ്കിലുമൊക്കെ വെച്ച് കൂടുതൽ അംഗീകാരങ്ങളും അല്ലെങ്കിൽ കൂടുതൽ വിശേഷങ്ങളൊക്കെ പറയാൻ നമുക്ക് കണ്ടുമുട്ടാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ. ബൈ, ടാറ്റാ.